നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ്. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്നും RRTS അതിവേഗ റെയിൽപാത തുടങ്ങുമെന്നും പ്രഖ്യാപനം. അംഗൻവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും സാക്ഷരതാ പ്രേരകന്മാരുടെയും വേതനം വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാർക്കായും നിരവധി ആനുകൂല്യങ്ങൾ. വെട്ടിക്കടവ് മരമുറി. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് BJP പ്രതിഷേധം. ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെ പ്രതിഷേധത്തെ തുടർന്ന് അജണ്ടകൾ അംഗീകരിച്ച് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഫയലുകളിൽ വിശ്രമിച്ചിരുന്ന ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പാതയ്ക്ക് ഒടുവിൽ ശാപമോക്ഷം. പദ്ധതി മരവിപ്പിച്ച് 2019 പുറപ്പെടുവിച്ച ഉത്തരവ് റെയിൽവേ ബോർഡ് ഔദ്യോഗികമായി റദ്ദാക്കി. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ച ആവേശകരം. താബൂത്ത് കാഴ്ചയ്ക്കും കൊടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. നാളെ പുലർച്ചെ 5 മണിയോടെ നേർച്ചയ്ക്ക് സമാപനമാകും. വാർത്തകൾ വിശദമായി. വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ്. ധനമന്ത്രി KN ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സയടക്കമുള്ള പ്രഖ്യാപനങ്ങൾ, RRTS അതിവേഗ റെയിൽപാത തുടങ്ങിയവ ശ്രദ്ധ നേടുന്നവയാണ്. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സയടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലുമായിരിക്കും ഈ സൌകര്യം ഉണ്ടാകുക. സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ ആനുകൂല്യങ്ങളോടെ ഫെബ്രുവരി 1 മുതൽ നടപ്പാക്കും. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടിയും വകയിരുത്തി. കേരളിന് പകരമായി RRTS അതിവേഗ റെയിൽപാതയും ബജറ്റിൽ ഇടം പിടിച്ചു. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി വകയിരുത്തി. MC റോഡ് വികസനത്തിന് 5217 കോടി കിഫ്ബിയിൽ നിന്ന് വകയിരുത്തി. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. വർഷം 15 കോടി ഇതിനായി വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. ഈ തുക ബജറ്റിൽ വകയിരുത്തുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3202 കോടി രൂപയും കണക്ട് ടു വർക്സിന് 400 കോടി രൂപയും മാറ്റിവെക്കും എന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷനായി 14,500 കോടി രൂപ മാറ്റിവെക്കും. അംഗൻവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപയും ഹെൽപ്പർമാരുടെ വേതനം 500 രൂപയും ആശാവർക്കർമാരുടെ വേതനം 1000 രൂപയും വർദ്ധിപ്പിക്കും. സാക്ഷരതാ പ്രേരകന്മാരുടെ വേതനം 1000 രൂപ കൂട്ടി. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക പ്രശ്നം പരിഹരിക്കും. നികുതിദായകർക്ക് പുരസ്കാരം നൽകും. ഇതിനായി 5 കോടി രൂപ മാറ്റിവെക്കും. പുരസ്കാരത്തിന്റെ ഘടനയും സ്വഭാവവും പിന്നീട് തീരുമാനിക്കും. 5 വർഷത്തിനിടെ തനത് നികുതി വരുമാനം കൂടി. നികുതിദായകരെ ഭീഷണിപ്പെടുത്താതെ തന്നെ നികുതി പിരിവ് സാധ്യമാക്കി. സർക്കാർ ചെലവ് ചുരുക്കിയും തനത് വരുമാനം വർദ്ധിപ്പിച്ചും കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തെ കേരളം ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റ് കുന്നംകുളത്തിന് 18.65 കോടി രൂപ അനുവദിച്ചു. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തൃശൂർ സ്പോർട്സ് ഡിവിഷനെ പൂർണ്ണമായും റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളായും മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായി 7.5 കോടി രൂപ അനുവദിച്ചു. ബജറ്റ് പ്രവർത്തികളുടെ ഭാഗമായി 11.15 കോടി രൂപയുടെ വിവിധ പ്രവർത്തികൾക്കും തുക വകയിരുത്തി. ബോയ്സ് സ്കൂൾ വളപ്പിൽ ശിക്ഷക് സദൻ നിർമ്മാണത്തിന് 5 കോടി രൂപയും അനുവദിച്ചു. വെട്ടിക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി, തിരുത്തിക്കാട് ബണ്ട് നവീകരണം എന്നിവയ്ക്കായി 2.5 കോടി രൂപയും കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ അവശേഷിക്കുന്ന പ്രവർത്തികളുടെ പൂർത്തീകരണത്തിന് 1 കോടി രൂപയും അനുവദിച്ചു. മണ്ഡലത്തിലെ റോഡുകൾ ആധുനിക നിലവാരത്തിൽ ഉയർത്താനായി വേലൂർ ചുങ്കം തയ്യൂർ കോട്ടപ്പുറം കുമ്പളങ്ങാട് റോഡ് നവീകരണത്തിന് 1 കോടി രൂപ അനുവദിച്ചു. എരുമപ്പെട്ടി സബ് രജിസ്റ്റർ ഓഫീസ് നിർമ്മാണത്തിന് 1 കോടി രൂപ. കടവലൂർ കുണ്ടുതോട് ചെറുമനങ്ങാട് തോട്ടിൽ VCB നിർമ്മാണത്തിന് 65 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വെട്ടിക്കടവ് മരമുറി. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് BJP പ്രതിഷേധം. ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെ പ്രതിഷേധത്തെ തുടർന്ന് അജണ്ടകൾ അംഗീകരിച്ചതായി അറിയിച്ച് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. കുന്നംകുളം നഗരസഭയുടെയും പോർക്കുളം പഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള വെട്ടിക്കടവ് പാടശേഖരത്തിന്റെ ബണ്ടിനോട് ചേർന്ന് നിന്നിരുന്ന തണൽമരങ്ങൾ മുറിച്ചുമാറ്റിയതിനെക്കുറിച്ച് യോഗം ആരംഭിച്ച ഉടനെ കോൺഗ്രസിലെ ഷാജി ആലിക്കലാണ് വിഷയമുന്നയിച്ചത്. മരം മുറിച്ചവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചതെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ചെയർമാന്റെ ഡയസിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കി.
എന്നാൽ പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം വിട്ടുനിന്നു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, കൌൺസിലർമാരായ സോണി ഷാജി, ബീന ബാബു എന്നിവരാണ് പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിന്നത്. കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനൊപ്പം മരമുറിയുമായി ബന്ധപ്പെട്ട ബിജെപി അംഗങ്ങളും ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി. മരമുറിയെ സംബന്ധിച്ച് ചെയർപേഴ്സൺ വിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കോൺഗ്രസ് ബിജെപി അംഗങ്ങൾ ബഹളം തുടർന്നതോടെ ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ച് കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. വെട്ടിക്കടവ് മരമുറി വിഷയത്തിൽ പാടശേഖര സമിതി CPMന്റെ കമ്മിറ്റി ആയതിനാലാണ് അവരെ സംരക്ഷിക്കുന്നതെന്ന് കോൺഗ്രസ് കൌൺസിലർ ഷാജി ആലിക്കൽ കുറ്റപ്പെടുത്തി. കട്ടുകൊണ്ടുപോയ മരം തിരിച്ചു കൊണ്ടുവന്ന് കുറ്റക്കാരുടെ പേരിൽ കേസെടുക്കുന്നതുവരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുമെന്നും ഷാജി ആലിക്കൽ CCTVയോട് പറഞ്ഞു. മുറിച്ചു മാറ്റി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. ഇത്തരം മരങ്ങൾക്ക് ആകെ വിലയിട്ടത് 5000 രൂപയാണ്. പാടശേഖര കമ്മിറ്റി മുറിച്ചതാണോ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ പോലീസ് വന്ന സമയത്ത് ഒരു ലോഡ് മരം വണ്ടിയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ആ വണ്ടി പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ കൊണ്ടുപോയ മരങ്ങൾ പിടിച്ചെടുക്കാനോ ഇവരുടെ പേരിൽ ഒരു കേസെടുത്ത് FIR ഇടാനോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിൽ കൃത്യമായി ഈ പാടശേഖര കമ്മിറ്റി CPMന്റെ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെ കൃത്യമായി ഭരണസമിതി സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷിക്കുന്നതുകൊണ്ട് കേസെടുക്കാത്തത് 10 ദിവസമായില്ലേ. ഇവർക്ക് മരം മുറിച്ച മോഷണം ചെയ്തിട്ട് ആളുകളെ പിടിക്കാനോ അവരുടെ പേര് കേസെടുക്കാനല്ല. 2-ാം ദിവസം പോയി അവിടെ ചെറിയ ചെറിയ തൈകൾ വെക്കുകയാണ്. അത് വലിയൊരു വാർത്തയാക്കാണ്. ആ വാർത്തയുടെ മറവില് ഈ കളവ്, ഈ മോഷണം അത് ജനം മറക്കുമെന്നാണ് ഈ ഭരണസമിതി ധരിച്ചു വെച്ചെങ്കിൽ. അടിയന്തര കൌൺസിൽ യോഗത്തിൽ വലിയ പ്രാധാന്യവും ഗൗരവമുള്ളതും പെട്ടെന്ന് പരിഗണിക്കേണ്ടതുമായ വിഷയങ്ങളാണ് അജണ്ടയായി ഉൾപ്പെടുത്തേണ്ടതെന്ന് RMP പാർലമെന്ററി പാർട്ടി നേതാവ് സോമൻ ചെറുകുന്ന് പറഞ്ഞു. ജനപ്രതിനിധികൾക്ക് ഫയൽ പഠിച്ച് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സണും സെക്രട്ടറിക്കും കത്ത് നൽകിയിരുന്നതായും സോമൻ CCTVയോട് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഇവർ വളരെ തന്ത്രപൂർവ്വം മുന്നൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിന് ഒരുപാട് സംഭവങ്ങൾ കുന്നംകുളം നഗരസഭയിൽ കടമുറി കൈമാറ്റം പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അജണ്ട ഉണ്ടാക്കുന്നത് ബോധപൂർവമാണ്. അതിനൊരു ദുരൂഹതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അജണ്ട അടിയന്തര പ്രാധാന്യമുള്ളത് മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയുള്ളത് വേറെ ദിവസത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാനും സെക്രട്ടറിക്കും കത്ത് RP എന്ന രീതിയിൽ കത്ത് കൊടുത്തിരുന്നു. പ്രതിപക്ഷം കൌൺസിൽ യോഗം അലങ്കോലമാക്കുകയായിരുന്നുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. മരമുറി വിഷയത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മറിച്ചുള്ള ആരോപണങ്ങൾ അവാസ്തവമാണെന്നും ഫെബ്രുവരി 16-നുള്ളിൽ ആസൂത്രണ സമിതിയും വർക്കിംഗ് ഗ്രൂപ്പും വാർഡ് സഭകളും നടത്തി പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയിൽ നിന്ന് അംഗീകാരം നേടേണ്ടതുണ്ടെന്നും ചെയർപേഴ്സൺ CCTVയോട് പറഞ്ഞു. നഗരസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അവരെ നേരിട്ട് നടപടി എടുക്കാനുള്ള സംവിധാനമില്ല. ഇങ്ങനെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുക, അതുമായി ബന്ധപ്പെട്ട അധികാരികളെ ഈ വിവരം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് നഗരസഭ എന്ന രീതിയിൽ ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ ഏറ്റവും അടിയന്തര പ്രാധാന്യം നൽകി തന്നെയാണ് അതിൽ നഗരസഭ ഇടപെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ആ നടപടികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ മുറിച്ചു മാറ്റപ്പെട്ട മരങ്ങൾക്ക് പകരമായി പുനർജനി എന്ന പേരിൽ ഹരിത കേരള മിഷന്റെ സഹായത്തോടെ നമ്മുടെ നഗരസഭ തൈകൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷയത്തിന്റെ മുകളിൽ കൃത്യമായി നഗരസഭ ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നയിച്ചൊരു വിഷയം കുന്നംകുളം താലൂക്ക് ഹോസ്പിറ്റലിലെ ഭാരതി എന്ന അവരുടെ ഒരു പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ഒരു വിഷയം വളരെ ഗൗരവമായി തന്നെയാണ് നഗരസഭ ഇടപെട്ടിട്ടുള്ളത്. ആ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഷാജി ആലിക്കൽ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ തന്നെയാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരാതിയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൃത്യമായി താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിനടുത്ത് ഇതുമായി. മറ്റു വാർത്തകൾ. 3 പതിറ്റാണ്ടിലേറെയായി ഫയലുകളിൽ വിശ്രമിച്ചിരുന്ന ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പാതയ്ക്ക് ഒടുവിൽ ശാപമോക്ഷമാകുന്നു. പദ്ധതി മരവിപ്പിച്ച് 2019 പുറപ്പെടുവിച്ച ഉത്തരവ് റെയിൽവേ ബോർഡ് ഔദ്യോഗികമായി റദ്ദാക്കി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് ഈ സുപ്രധാന തീരുമാനമുണ്ടായത്. ഉത്തരവിന്റെ പകർപ്പ് അദ്ദേഹം തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളിൽ നിന്ന് 10,000-കണക്കിന് നിവേദനങ്ങൾ ലഭിച്ചിരുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. ഫെബ്രുവരി 1-ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഈ തീരുമാനമുണ്ടായത് പദ്ധതിക്ക് വലിയ ഊർജ്ജമാകും. പദ്ധതിക്ക് തറക്കല്ലിട്ടിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇതുവരെ വെളിച്ചം കണ്ടിരുന്നില്ല.
മുൻ ബജറ്റുകളിൽ പാതയ്ക്കായി 45 കോടി രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും 2019 മരവിപ്പിക്കൽ ഉത്തരവ് നിലനിന്നിരുന്നതിനാൽ 1 രൂപ പോലും ചെലവാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉത്തരവ് റദ്ദാക്കിയതോടെ ഈ തുക ഇനി നിർമ്മാണത്തിനായി ഉപയോഗിക്കാം. ഏകദേശം 35 കിലോമീറ്റർ ദൂരമാണ് പദ്ധതിക്കായി കണക്കാക്കിയിരുന്നത്. പുതിയ സർവേ പ്രകാരം ഇതിൽ മാറ്റങ്ങളുണ്ടായേക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മന്ദതയും സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് 2019 റെയിൽവേ പദ്ധതി നിർത്തിവച്ചത്. ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ റെയിൽവേ യാത്രകളിൽ വലിയ മാറ്റമുണ്ടാകും. കൊച്ചി ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകൾക്ക് ഷൊർണൂർ പോകാതെ തന്നെ നേരിട്ട് മലബാർ മേഖലയിലേക്ക് പ്രവേശിക്കാനും ദൂരം കുറയ്ക്കാനും ഇത് സഹായിക്കും. മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് വി ബൽറാമിന്റെ പേരിൽ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള സ്മൃതി പുരസ്കാരത്തിന് മാത്യു കുഴൽനാടൻ MLA-യെ തെരഞ്ഞെടുത്തതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടക്കുന്ന വി ബൽറാം അനുസ്മരണ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. നേതാക്കളായ ജോസഫ് ടാജറ്റ്, MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, PV ബദറുദ്ദീൻ, ശിവൻ പാലിയത്ത്, VK ജയരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രമുഖ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ C ഉണ്ണിരാജയുടെ 31ാം ചരമവാർഷിക ദിനം CPI മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. C ഉണ്ണിരാജയുടെ ജന്മഗൃഹമായ ചുറ്റന്നൂർ കോവിലകം അങ്കണത്തിലാണ് അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നത്. മാർക്സിയൻ ആശയപ്രചാരണ രംഗത്തും മാധ്യമപ്രവർത്തന രാഷ്ട്രീയ മണ്ഡലങ്ങളിലും നൽകിവരുന്ന മികച്ച സംഭാവനകൾ പരിഗണിച്ച് ഇത്തവണത്തെ C ഉണ്ണിരാജ സ്മൃതി പുരസ്കാരം ജനയുഗം എഡിറ്ററും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ രാജാജി മാത്യു തോമസിനെ സമ്മാനിച്ചു. മുതിർന്ന CPI നേതാവും മുൻ MP-യുമായ CN ജയദേവൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പ്രശസ്തി പത്രവും ഫലകവും 10,001 രൂപയുമാണ് അവാർഡ്. ചടങ്ങിൽ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ M ഗോകുലിനെ C ഉണ്ണിരാജയുടെ പേരിലുള്ള ക്യാഷ് അവാർഡ് നൽകി. അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവനന്ദൻ ഉദ്ഘാടനം ചെയ്തു. KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലത്ത്, K രഞ്ജൻ മാത്യു, ഷീന പറയങ്ങാട്ടി, KP സന്ദീപ്, CV ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം അന്നൂർ റോഡിൽ CPI മണ്ഡലം കമ്മിറ്റി വാങ്ങിയ സ്ഥലത്ത് C ഉണ്ണിരാജ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് CPI നേതൃത്വം അറിയിച്ചു. നമ്മുടെ രാജ്യത്തെ സാധാരണ പ്രവർത്തകർക്കും ജനങ്ങൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം പൂർണ്ണമായും ഒഴിഞ്ഞുവെച്ച ഒരു സ്ഥലം. ഒരു സ്ഥാനമാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടില്ല. പാർട്ടിയിലെ നാഷണൽ എക്സിക്യൂട്ടീവൊക്കെ ആയിട്ടുണ്ടാകാം. പക്ഷേ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൻ്റെയോ മറ്റ് ഭരണസമിതികളുടെയോ നിയമസഭാ അംഗമായോ പാർലമെൻറ്റ് അംഗമായോ ഒന്നും പ്രവർത്തിക്കാതെ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് ആയി ജനങ്ങൾ അംഗീകരിച്ചയാളാണ്. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്കും കൊടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. ഇന്നലെ രാവിലെ പ്രജ്യോതിയുടെ ആദ്യ കാഴ്ചയോടെയാണ് 2 ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന മണത്തല ചന്ദനക്കുടം നേർച്ച ആരംഭിച്ചത്. നേർച്ചയുടെ പ്രധാന ദിവസമായ ഇന്ന് പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച മണത്തല സിംഗർ ലൈൻ ഒലീദ് നഗറിൽ നിന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. ഹൈദ്രോസ് കുട്ടി മൂപ്പരെ രാജകീയ ബഹുമതികളോടെ കബറടക്കിയതിന്റെ ഓർമ്മയുണർത്തുന്ന താബൂത്ത് കാഴ്ച നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് ഗജവീരൻ, വാദ്യമേളങ്ങൾ, മുട്ടുംവിളി എന്നിവയുടെ അകമ്പടിയോടെ ജാറത്തിലെത്തി. പുത്തൻകടപ്പുറം, ബ്ലാങ്ങാട്, ചാവക്കാട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കൊടികയറ്റ കാഴ്ചകളും ജാറത്തിലെത്തി കൊടികയറ്റം നടത്തി. വൈകിട്ട് 6-ന് നാട്ടുകാഴ്ചകളെത്തും. ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവയുടെ കാഴ്ചകൾ കൂടാതെ കൊടികയറ്റ കാഴ്ച, നാട്ടുകാഴ്ച, താബൂത്ത് കാഴ്ച ഉൾപ്പെടെ 20ഓളം കാഴ്ചകൾ ഇന്ന് ജാറത്തിലെത്തും. പുലർച്ചെ 5 മണിയോടെ നേർച്ചയ്ക്ക് സമാപനമാകും. അകാലത്തിൽ പൊലിഞ്ഞ കൂട്ടുകാരന്റെ സ്മരണ നിലനിർത്താൻ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് എത്തിച്ചേരുന്ന കാണികൾക്ക് ലഘുപാനീയങ്ങൾ നൽകി D കമ്പനി അഞ്ഞൂർ. 5 വർഷം മുൻപ് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട ബേബി റോഡ് ഫസലുവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് സുഹൃത്തുക്കൾ ഒത്തുചേർന്ന് പള്ളിക്ക് എതിർവശത്തെ റോഡരികിൽ തണ്ണിമത്തൻ ജ്യൂസ് ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ വിതരണം ചെയ്തത്. D കമ്പനി അഞ്ഞൂർ എന്ന് പേരിട്ടത് മരണമടഞ്ഞ തങ്ങളുടെ സുഹൃത്ത് ഫസലുവാണെന്നും ഇനിയും ഇതുപോലുള്ള നന്മ പ്രവർത്തികൾ ഫസലുവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്നും കൂട്ടുകാർ പറഞ്ഞു. ശരത് അഞ്ഞൂർ, ആബിദ് പാവറട്ടി, അസ്മത്ത് അലി തിരുവത്ര, അഫ്സൽ തിരുവത്ര, ഷമീർ 14-ാം വാർഡ്, ഷെഫിൽ നാറാണത്ത്, ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി.
മണത്തല നേർച്ചയുടെ ഭാഗമായി AK ഗ്രൂപ്പ് ചാവക്കാടും സയൻസ് ഐ ഹോസ്പിറ്റൽ ചെർപ്പുളശ്ശേരിയും സംയുക്തമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ലീഗ് ജില്ലാ സെക്രട്ടറി KK ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഷാഫി തെക്കഞ്ചേരി അധ്യക്ഷനായി. ഡോക്ടർ റിയ ഫഹദ്, മാർക്കറ്റിംഗ് മാനേജർ അസ്ലഹ്, ഷബീബ റസൽ, ഷംലീന ആഷിഫ്, തസ്നി അഫ്സർ അലി, റിസ്ന ഉമർ, മുസ്തഫ കുരഞ്ഞൂർ, കമറു തൃശൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ തിരുവെങ്കിടം താണിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി നാളെ ആഘോഷിക്കും. പുലർച്ചെ നിർമ്മാല ദർശനത്തിന് ശേഷം അഭിഷേകം, അലങ്കാരം, ഗണപതി ഹോമം, കേളി, അഷ്ടപതി എന്നിവയുണ്ടാകും. രാവിലെ 8 മുതൽ പായസം വെച്ച് സമർപ്പണം, നാഗപ്പാട്ട്, നാഗപൂജ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ ചാലിശ്ശേരി സുന്ദരൻ നായരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കൽ പറയും. വൈകിട്ട് 5-ന് നാട്ടുപൂരങ്ങളുടെ വരവുമാണ്. വൈകിട്ട് ദീപാരാധന, കേളി, പഞ്ചതായമ്പക, നടപ്പുരമേളം എന്നിവയുണ്ടാകും. രാത്രിയിൽ വിഷ്ണുമായക്കളം, എഴുന്നള്ളിപ്പ്, താലം വരവ് എന്നിവയ്ക്ക് ശേഷം ശനിയാഴ്ച രാവിലെ 7 മണിയോടെ നടയടയ്ക്കും. ഭാരവാഹികളായ PS പ്രസാദ്, KT ബാലൻ, KP കരുണാകരൻ, രാധാകൃഷ്ണൻ കാക്കശ്ശേരി, TL ശിവദാസൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. KSEB അറിയിപ്പ്. 110 kV ഗുരുവായൂർ സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 30-ാം തീയതി വെള്ളിയാഴ്ച ആനക്കോട്ട, ചാമുണ്ടേശ്വരി, ഗുരുവായൂർ, മമ്മിയൂർ, തൊഴിയൂർ ദേവസ്വം, തമ്പുരാൻപടി, പാലയൂർ, പാവറട്ടി, ചൊവ്വലൂർ പടി, കണ്ടാണശ്ശേരി എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ 5 മണി വരെ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 3 നോമ്പ് ആചരണം നടന്നു. ബുധനാഴ്ച വൈകിട്ട് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബിന്റെ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരവും സ്ലീബ വണക്കവും ആശീർവാദവും ഉണ്ടായി. തുടർന്ന് വിശ്വാസികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളുടെ ആശീർവാദത്തിന് ശേഷം കറിനേർച്ചയും ഭക്ഷണ വിതരണവും ഒരുക്കിയിരുന്നു. വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടെ 3 നോമ്പാചരണത്തിന് സമാപനമായി. പള്ളി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നോമ്പാചരണത്തിന് നേതൃത്വം നൽകി. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം വെള്ളി, ശനി ദിവസങ്ങളിലായി നടക്കും. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും തിരുനാളാണ് വെള്ളി, ശനി ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. കൊടിയേറ്റ് മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് തിരുനാൾ ഒരുക്ക് ദിവ്യബലി അർപ്പണമുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 6:30-ന് വികാരി ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ കാർമ്മികരായി ലദീന നൊവേന ദിവ്യബലി എന്നിവയും തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുവെഞ്ചിരിപ്പും നടക്കും. തിരുനാൾ ദിവസമായ ശനിയാഴ്ച രാവിലെ 6:30-ന് ഇടവകാംഗം ഫാദർ ജിജോ കുറ്റിക്കാട്ട് കാർമ്മികരായ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. ബംഗളൂരു വിദ്യാവനം ആശ്രമം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷൈജോ പാറമേൽ മുഖ്യ കാർമ്മികരാകും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നിൽ തിരുനാൾ സന്ദേശം നൽകും. പാട്ടുകുർബാനയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണമുണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആൻഡോ ഉല്ലൂക്കാരൻ, കൈക്കാരന്മാരായ EA തോമസ്, TJ സാബു, AA ബിജു, ജനറൽ കൺവീനർ ജിംപോൾ മാസ്റ്റർ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. തിരുവത്ര അത്താണി ഗ്രാമക്കുളം ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ കാർത്യാനി ഭഗവതി മഹാബ്രഹ്മരക്ഷസ ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി വെള്ളത്തിട്ട് കിഴക്കേടത്ത് മന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റം നടന്നു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് V ദേവദാസ്, സെക്രട്ടറി KK രാധാകൃഷ്ണൻ, ട്രഷറർ KA ശശിധരൻ, TV ആനന്ദ്, AA ഹരിചന്ദ്രൻ, VV സജീവൻ തുടങ്ങിയ ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ദിവസവും ചുറ്റുവിളക്ക്, വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. ഫെബ്രുവരി 3-നാണ് പൂരമഹോത്സവം. വെള്ളാട്ടഞ്ഞൂർ ശ്രീ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായ പറയെടുപ്പ് സമാപിച്ചു. വെള്ളാട്ടഞ്ഞൂർ, തയ്യൂർ, വെങ്ങലശ്ശേരി, പുലിയന്നൂർ ദേശങ്ങളിലാണ് പറയെടുപ്പ് നടന്നത്. നടക്കൽ പറയ്ക്കും ദേശപ്പറയ്ക്കും കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2-ന് വെള്ളാട്ടഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കീഴേക്കാവ് വേല കുട്ടിക്കയറും. രാത്രിയോടെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും. 30-ന് പുലർച്ചെ വെള്ളാട്ടഞ്ഞൂർ ഏറക്കാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പൂരം തനിയാവർത്തനവും താലപ്പൊലിയും നടക്കും. കാലത്ത് നടക്കുന്ന പരമ്പരാഗത താന്ത്രിക ചടങ്ങോടുകൂടിയുള്ള ഗുരുതി പൂജയ്ക്ക് ശേഷം പൂരമഹോത്സവം സമാപിക്കും. 31-ന് ക്ഷേത്ര ഉപദേവനായ ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷങ്ങളും നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ശ്രീനിവാസ അയ്യർ തുടങ്ങിയവർ കാർമ്മികരാകും. പറയെടുപ്പിന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, KS ബാബു, TP അജിത് കുമാർ, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം തെക്കേപ്പുറം ശ്രീ മാക്കാളിക്കാവ് മഹാകാളി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് ദേവി ആറാട്ടിനായി
കാട്ടിലെ കുളത്തിലേക്ക് എഴുന്നള്ളി. തുടർന്ന് പൂജകൾക്ക് ശേഷം കുളത്തിൽ ആറാടി താളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പൂർത്തിയാക്കി കൊടിയിറക്കിയതോടെ ആറാട്ട് മഹോത്സവത്തിന് പരിസമാപ്തിയായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ വിജയൻ കരുമാത്ര, ഗിരീഷ് കുമാർ ഗുരുപദം, സുശാന്ത്, സൂരജ്, ക്ഷേത്രം മേൽശാന്തി മനീഷ് ഭദ്രൻ, അയ്യപ്പൻ ശാന്തി, വെളിച്ചപ്പാട് ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി കർണങ്കോട്ട്, സെക്രട്ടറി കൃഷ്ണകുമാർ വാഴപ്പള്ളി, ക്ഷേത്ര മൂരാളൻ സുരേഷ് വടക്കത്ത്, ട്രഷറർ മഹേഷ് മൂത്താളി എന്നിവരോടൊപ്പം ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്ര ധ്വജസ്തംഭ ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. അതിരുദ്ര യജ്ഞാചാര്യൻ കീഴേടൻ രാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ആർ നാരായണൻ സെമിനാർ നയിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ് ധ്വജപ്രതിഷ്ഠാ ദിന സന്ദേശം നൽകി. ബാലൻ വാർനാട്ട്, നിർമ്മല നായിക്കത്ത്, ശശി കൊടമന, ജയറാം ആലക്കൽ, ശ്രീധരൻ മാമ്പുഴ, എം ശ്രീനാരായണൻ, രാധാമണി ചാത്തനാത്ത്, രവി വട്ടരങ്ങത്ത്, കാർത്തിക കോമത്ത് എന്നിവർ സംസാരിച്ചു. വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നാരായണ പാരായണവും ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് പോർക്കുളം യൂണിറ്റിന്റെ 34ാം വാർഷിക സമ്മേളനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്ത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ബി തമ്പി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രിയ ഹരികുമാർ മുഖ്യാതിഥിയായി. ജോയിന്റ് സെക്രട്ടറി ബാലൻ ടി കെ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ ചന്ദ്രമോഹൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി സെയ്ദ് ഹാരിസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഷാജി കെ ജോർജ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സംഘടനാ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് എന്നിവ യോഗം ചർച്ച ചെയ്തു. പ്രൊഫസർ ജയനാരായണൻ കെ, സെയ്ദ് നസീർ ഹുസൈൻ, സി വി ബെന്നി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി എൻ ശ്രീധരക്കുറുപ്പ്, സെക്രട്ടറി പി വി ചാക്കോച്ചൻ എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായി. പുന്നൂർക്കുളം GMLP സ്കൂളിന്റെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉപ്പുങ്കൽ പാടശേഖരത്തിലേക്ക് പഠനയാത്ര നടത്തി. ഞാറുനടിൽ നേരിൽ മനസ്സിലാക്കുവാനും പരിശീലിക്കുവാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു. കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും കർഷകൻ കബീർ വിശദീകരിച്ചു. പ്രധാനാധ്യാപകൻ VA ഫസലുർ റഹ്മാൻ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പഠനയാത്രാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിന്റെ 100ാം വാർഷികവും അധ്യാപക രക്ഷാ ദിനാഘോഷവും നടന്നു. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ വാർഷികാഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മറ്റം സെന്റ് മേരീസ് വിദ്യാലയം തലമുറകളിലേക്ക് അക്ഷരവെളിച്ചം പകർന്നത് മറ്റം ദേശത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ വലിയ പങ്കാണ് വഹിച്ചതെന്ന് മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. തൃശൂർ അസിസി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഫോൺസി മരിയ അധ്യക്ഷയായി. മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അസിസി കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ റാണി കുര്യൻ LSS പരീക്ഷാ വിജയികളായ പ്രതിഭകളെ ആദരിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ഷാലി മരിയ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് ഡിജിറ്റൽ പത്രം പ്രകാശനം ചെയ്തു. പൂർവ്വകാല പ്രധാന അധ്യാപകരെ മാർ ടോണി നീലങ്കാവിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തൃശൂർ അസിസി പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച മരിയൻ കിഡ്സ് പാർക്കിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സിമി സ്റ്റൈൽസൺ, PTA പ്രസിഡന്റ് KV വിനീത, MPTA പ്രസിഡന്റ് നിമ്മി ഫിജോ, മറ്റം അസംഷൻ കോൺവെന്റ് സിസ്റ്റർ സുപ്പീരിയർ ട്രീസ ജീസ് തുടങ്ങിയവർ സംസാരിച്ചു. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിച്ചു. ശതാബ്ദിയുടെ ഭാഗമായി വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥിനികളും അഭ്യുദയകാംക്ഷികളും എഴുതി തയ്യാറാക്കിയ 100 കവിതകളുടെ സമാഹാരമായ ശതാബ്ദിയുടെ ശബ്ദം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ചാലശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ KG കോൺവെക്കേഷനും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആനി വിനു അധ്യക്ഷത വഹിച്ചു. തൃത്താല ഉപജില്ലാ ഓഫീസർ K പ്രസാദ്, തൃത്താല BPC P ദേവരാജ്, PTA പ്രസിഡന്റ് VS ശിവാസ് തുടങ്ങിയവർ സംസാരിച്ചു.
വിവിധ റാങ്ക് നേടിയവർ, മെറിറ്റ് ഡേ അവാർഡ് ജേതാക്കൾ, ക്ലാസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ, ടാലന്റ് ടെസ്റ്റിൽ മികവ് തെളിയിച്ചവർ എന്നിവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു. വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര ദന്ത പരിശോധനാ ക്യാമ്പ് ജനുവരി 31 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സമീപത്തുള്ള തണൽ ഡയാലിസിസ് സെന്ററിൽ വെച്ചാണ് രാവിലെ 9 മണി മുതൽ 1 മണി വരെ പരിശോധനാ ക്യാമ്പ് നടക്കുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 300ഓളം പേർക്കാണ് അവസരം ലഭിക്കുക. അർഹതപ്പെട്ട രോഗികൾക്ക് പൂർണ്ണമായും മറ്റുള്ളവർക്ക് ഭാഗികമായും സൗജന്യ തുടർ ചികിത്സ ഉണ്ടാകും. വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്യും. തണൽ ഡയാലിസിസ് സ്ഥാപകൻ തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി ചടങ്ങിൽ മുഖ്യാതിഥിയാകും. പുന്നൂർക്കുളം, പുന്നൂർ, വടക്കേക്കാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാനുമായി 90 72 77 46 26 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികളായ സക്കറിയ കുന്നച്ചമേട്ടിൽ, ശ്രീധരൻ മാക്കാലിക്കൽ, EV മുഹമ്മദ് അലി, കാരുണ്യം കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ, ഷെരീഫ് പണ്ടോത്തയിൽ തുടങ്ങിയവർ അറിയിച്ചു. നേത്ര പരിശോധനയ്ക്ക് നമ്മളോട് സഹകരിക്കുന്നത് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ കുന്നംകുളം. അവർക്ക് കുന്നംകുളം കൂടാണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളടുത്തുള്ളത് കുന്നംകുളമാണ്. ഇനി ഈ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് അവർക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് ആവശ്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനും കൂടി അടുത്ത സ്ഥലം എന്നുള്ള നിലക്കാണ് നമ്മൾ ആ ഒരു കുന്നംകുളത്തുള്ള ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ അനന്യസമേതം ജെൻഡർ അവബോധ ശില്പശാല സംഘടിപ്പിച്ചു. എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം PD ജോസ് സർട്ടിഫിക്കറ്റുകൾ നൽകി. പ്രധാന അധ്യാപകൻ MK സൈമൺ, സജീന്ദ്ര മോഹൻ, KP ജോസഫ്, TK ഡെൽജോ, റോഷൻ K വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളിൽ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും അവബോധം ഉണ്ടാക്കിയെടുക്കാനൊപ്പം പെരുമാറ്റശീലങ്ങളും മൂല്യങ്ങളും വർദ്ധിപ്പിക്കുവാൻ്റെ ഭാഗമായിട്ടാണ് ക്ലാസ് നടത്തിയത്. ഗുരുവായൂർ നഗരസഭയിൽ ക്ഷീരസാഗര പദ്ധതിയുടെ ഭാഗമായി കറവ പശുക്കൾക്കുള്ള ധാതുലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തു. 96 ഗുണഭോക്താക്കൾക്കായി 1 ലക്ഷം രൂപയുടെ കിറ്റാണ് നൽകിയത്. 102 ഗുണഭോക്താക്കൾക്ക് കാലിത്തീറ്റയും നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ CR പ്രശാന്ത് പദ്ധതി വിശദീകരണം നടത്തി. വെറ്റിനറി സർജന്മാരായ ഡോക്ടർ K വിവേക്, ഡോക്ടർ TS രജിത, സ്ഥിരം സമിതി അധ്യക്ഷ ഷാനി റെജി, കൗൺസിലർമാരായ ചന്ദ്ര രാമകൃഷ്ണൻ, KN രാമചന്ദ്രൻ, സുഷ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 16,395 രൂപ. സ്വർണം പവന് 1,31,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 410 രൂപ. ചർമ്മം എരുവപ്പെട്ടി കുട്ടഞ്ചേരി മേലേപുരയ്ക്കൽ സാവിത്രി നിര്യാതയായി 73 വയസ്സായിരുന്നു. സംസ്കാരം പുണ്യതീരത്ത് നടന്നു. പരേതനായ ബാലചന്ദ്രൻ ഭർത്താവും ബിന്ദു, വിനോദ്, വിനീത എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി പെരുമണ്ണൂർ തലക്കോട്ടുകര വീട്ടിൽ പരേതനായ വറീദിന്റെ മകൻ രാജൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം പെരുമണ്ണൂർ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ജാൻസിയാണ് ഭാര്യ. കിഷോർ, ക്ലീറ്റസ്, ക്ലിന്നി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ്. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്നും RRTS അതിവേഗ റെയിൽപാത പദ്ധതി തുടങ്ങുമെന്നും പ്രഖ്യാപനം. അംഗൻവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും സാക്ഷരതാ പ്രേരകന്മാരുടെയും വേതനം വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാർക്കായും നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. വെട്ടിക്കടവ് മരമുറി കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് BJP പ്രതിഷേധം. ചെയർപേഴ്സൺ ഡയസിന് മുന്നിലെ പ്രതിഷേധത്തെ തുടർന്ന് അജണ്ടകൾ അംഗീകരിച്ച് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു.
3 പതിറ്റാണ്ടിലേറെയായി ഫയലുകളിൽ വിശ്രമിച്ചിരുന്ന ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പാതയ്ക്ക് ഒടുവിൽ ശാപമോക്ഷം. പദ്ധതി മരവിപ്പിച്ച് 2019 പുറപ്പെടുവിച്ച ഉത്തരവ് റെയിൽവേ ബോർഡ് ഔദ്യോഗികമായി റദ്ദാക്കി. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ച ആവേശകരം. താബൂത്ത് കാഴ്ചയ്ക്കും കൊടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. നാളെ പുലർച്ചെ 5 മണിയോടെ നേർച്ചയ്ക്ക് സമാപനമാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ